real beauty in your heart. Boche Golden Diamonds. Buy now, pay later. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം കഴിച്ച തൃത്താല സ്വദേശികളായ 4 കുട്ടികൾ ചികിത്സയിൽ. ഭക്ഷ്യവിഷബാധയാണെന്നാണ് നിഗമനം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചെന്നൈയിൽ നിന്നും ട്രെയിൻ മാർഗം പട്ടാമ്പിയിലേക്ക് വരുന്നതിനിടെയാണ് തൃത്താല കണ്ണന്നൂർ സ്വദേശികളായ കുട്ടികൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഇതിന് പിന്നാലെയാണ് 4 കുട്ടികൾക്ക് രൂക്ഷമായ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവർ ചികിത്സ തേടുകയായിരുന്നു. ഇക്കഴിഞ്ഞ 14-നായിരുന്നു സംഭവം ഉണ്ടായത്. തൃത്താല കണ്ണന്നൂർ ചള്ളക്കര വീട്ടിൽ ശരത് കുമാർ വിജയലക്ഷ്മി ദമ്പതികളുടെ മക്കളായ 7 വയസ്സുള്ള അക്ഷര, 2.5 വയസ്സുകാരൻ അക്ഷിത് എന്നിവർക്കും രാമദാസൻ ശരണ്യ ദമ്പതികളുടെ മക്കളായ 13-കാരൻ അഭിറാം, 11 വയസ്സുള്ള അനഘ എന്നിവർക്കുമാണ് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവർ 15-ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിൽ ഗുരുതരാവസ്ഥയായ അഭിറാമിനെയും അനഘയെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങള് 10 മണി വരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടിക്ക് ഫിക്സിന്റെ മരുന്നിന്റെ കൊടുക്കണതാ. മരുന്ന് കൊടുത്തപ്പോ അവന് വിശക്കൽ തുടങ്ങി. പിന്നെ 10 എത്തിയപ്പോ S4 ആയിരുന്നു ഞങ്ങളുടെ പെട്ടി. അവിടെ പാലക്കാട് എത്തിയപ്പോ അവിടെ നിർത്തിയപ്പോ അവിടെ നിർത്തിയിട്ട് ഏട്ടനും ഒരു അനിയത്തിയുടെ ഭർത്താവും കൂടിയിട്ടാണ് ഭക്ഷണം മേടിക്കാൻ പോയത്. ഒരു ഭക്ഷണം മേടിച്ചിട്ട് വെള്ളപ്പും മുട്ടക്കറിയാണ് മേടിച്ചു തന്നെ. ഞങ്ങൾ 8-9 ആൾക്കാരും കഴിച്ചു. 8-9 ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങള് രാത്രി വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വയ്യാതെ. ഉച്ചക്ക് 1:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയത്. 1:30 വീട്ടിലെത്തിയപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കുട്ടികൾക്ക് രാത്രി മുഴുവൻ ക്ഷീണിച്ചു, കുഴഞ്ഞു, ആകെ ഛർദിയും വയറ്റിനൊക്കെ ആയി. വിഷുവിന്റെ ഉച്ചക്കൊക്കെ ആയിട്ടാണ് കുട്ടികളെ ആശുപത്രി എത്തിച്ചപ്പോഴേക്കും ഇവന് തീരെ വയ്യാതെ ചേച്ചിയുടെ കുട്ടിക്ക്. അവര് നേരെ തൃശ്ശൂർക്ക് വിട്ടു, മെഡിക്കൽ കോളേജിലേക്ക് 2 കുട്ടികളെയും വിട്ടു. ഇവരെ അവിടെ കടത്തി, ഇവരെ ഇവിടെ അഡ്മിറ്റ് ആക്കി. അവരെന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. അവന് ഇത്തിരി സീരിയസ് ആയി, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവനെ. എന്നിട്ടിപ്പോ കുറെ ക്യൂറായിട്ട് ആശുപത്രിക്കാരൊക്കെ അതായിട്ട് ശരിയായിട്ട് വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഡോക്ടർ സഹായിച്ചു. ഡോക്ടർ ഇവിടുന്ന് ഹെൽത്തിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സഹായിക്കാറുണ്ട്. ഈ ഡോക്ടർ ആദ്യം ഇവരെ നോക്കിയത്, അവരും കൂടെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അക്ഷിതിനെ ഇന്ന് ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്ലാറ്റ്ഫോമിലെ ഭക്ഷണശാലയിൽ നിന്നും വാങ്ങിയ അപ്പവും മുട്ടക്കറിയും കഴിച്ചതിന് പിന്നാലെയാണ് ദേഹാസ്വസ്ഥം ഉണ്ടായതെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. 9 പേരടങ്ങുന്ന കുടുംബമാണ് ഭക്ഷണം കഴിച്ചത്. ഇത് 4 കുട്ടികൾക്കാണ് വയറിളക്കവും മറ്റു ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടത്. ചില മുതിർന്നവർക്ക് വയറുവേദന ഉണ്ടായെങ്കിലും അസുഖം വഷളായില്ല. സംഭവത്തിൽ ഭക്ഷണശാലയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം.